ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറക്കായാലും അത്താഴത്തിനായാലും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. ക്വിനോവ വെച്ചിട്ട് നല്ലൊരു ഹെൽത്തി ഹലീമിൻ്റെ റെസിപ്പിയാണ്. റെസിപ്പി നോക്കിയാലോ. ഇതിൽ നല്ല സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അര ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഷാജീരകം 1/4 ടീസ്പൂൺ, ഗരം മസാല, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പു ഏലക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അവർ കുറഞ്ഞ അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഒരു കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കിത് സാധാരണ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുക്കറിൽ എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷാജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പട്ട, അതുപോലെ ഏലക്ക, ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴറ്റുന്ന വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി എത്ര വേണം അത്ര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് മല്ലി മിക്സുള്ള മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുരുമുളക് വേണമെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തുകൊണ്ട് ഞാൻ കുരുമുളക് അതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം ഇതിലേക്കാണ് ക്യൂൻവയും കടലപ്പരിപ്പൊക്കെ ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാനുള്ളതാണ്. നമുക്കിതിന് 2-3 വിസിൽ നന്നായിട്ട് കുക്കാകുന്നവരെ വെയിറ്റ് ചെയ്യാം. സാധാരണ ഹലീമിന് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പാണ്. നമ്മളിവിടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മില്ലറ്റ് ഏതാണുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഓട്സ് വേണമെങ്കിൽ ഓട്സ് വെച്ചിട്ടും ചെയ്യാം. ഞാൻ ഇതിലേക്ക് ക്യൂൻവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യൂൻവ അറിയാത്തവർക്കാണ് ഇത് കാണിച്ചു തരുന്നത്. ക്യൂൻവ ഒത്തിരി ന്യൂട്രിയൻ ഡെൻസായ ഒന്നാണ്. പ്രോട്ടീനും ഫൈബറും വിറ്റാമിനും മിനറൽസും ഒക്കെ ചേർന്നതാണ് ക്യൂൻവ. നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ കൊളസ്ട്രോൾ കുറക്കേണ്ടതൊക്കെ കൊളസ്ട്രോൾ കുറക്കാനും, അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ആവാനും, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി ബെനിഫിറ്റുള്ള ഒന്നാണ് ക്യൂൻവ. ഇതാദ്യം തന്നെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് അളവിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അരക്കപ്പ് നേരത്തെ തന്നെ നന്നായി കഴുകി കുറച്ച് സമയം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ലെൻറ്റിൽസ് ഉപയോഗിക്കുന്നുണ്ട്, പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കടലപ്പരിപ്പ്, അതുപോലെ തന്നെ ചുവന്ന മസൂർ ദാൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതാ നേരത്തെ കുക്ക് ചെയ്തിട്ട് ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ ക്യൂൻവയും അതുപോലെ തന്നെ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം മസൂർ ദാൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ പ്രത്യേകിച്ച് ഒരു അളവ് പറയുന്നില്ല. അരക്കപ്പ് അളവിൽ ക്യൂൻവ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ പിന്നെ കടലപ്പരിപ്പും അതുപോലെ തന്നെ മസൂർ ദാലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം, കുറയ്ക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. കൂടിയ അളവിൽ ക്യൂൻവയും അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ പയറുവർഗ്ഗങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4-5 പീസോളം ബോൺലെസ് ചിക്കനുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യൂൻവക്കും അതുപോലെ തന്നെ കടലപ്പരിപ്പിനൊക്കെ വെള്ളം വേണമല്ലോ കുക്കാകുന്ന സമയത്ത്. ഇതും കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 3-4 വിസിൽ വരെ നന്നായിട്ട് കുക്കാകുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ കൈവച്ചോ നന്നായി ഷ്രെഡ് ചെയ്തെടുക്കാം. ദെൻ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഗീ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ എക്സ്ട്രാ സ്പൈസസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിതിലേക്ക് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫ്രയറിലോ അങ്ങനെയൊക്കെ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഹലീമിൽ വിട്ടുകൂടാത്ത ഒന്നാണ് ഓനിയൻ ഫ്രൈ. നമുക്ക് ഇനിയിത് സെർവ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഹലീം സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഉള്ളി പൊരിച്ചതും അതുപോലെ തന്നെ കാഷ്യൂനട്ട് അതുപോലെ മല്ലിയില നമുക്കിതുപോലെ സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നെയ്യ് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലൊരു ഹെൽത്തി ന്യൂട്രീഷൻ ഡെൻസായ നോമ്പ് തുറക്കാനായാലും മുറിക്കാനായാലും നല്ല ഹെൽത്തി റെസിപ്പിയാണ്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ബൈ.